ഇന്ന് നമ്മളൊരു പപ്പായ ഷേക്ക് ഉണ്ടാക്കാൻ പോവുകയാണേ. അതിനായിട്ട് നമുക്ക് കുറച്ച് പപ്പായ എടുക്കാം. കുക്കറിലിട്ട് ഒരു 3 വിസിൽ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. 3 വിസിലടിച്ച ശേഷം നന്നായിട്ട് ആറിയിട്ട് നമുക്ക് മിക്സിയിലേക്കിടാം. മിക്സിയിലിട്ട് ഒരടി അടിച്ചതിന് ശേഷം നല്ല കുഴമ്പ് പരുവം അപ്പം തന്നെ അതിലേക്ക് കുറച്ച് പഞ്ചസാര, ഞാൻ 2 സ്പൂൺ പഞ്ചസാരയാണ് ഇട്ടത്. പിന്നെ നമുക്ക് പഴം എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് പഴം ഇടുക. ഞാൻ ആവശ്യത്തിനുള്ള പഴം ഇട്ടു. പിന്നെ ഓറിയോ ബിസ്ക്കറ്റ് ഞാനൊരു 2 ഇട്ടിട്ടുള്ളായിരുന്നു. അതിനുശേഷം ബൂസ്റ്റും കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്തു. കുറച്ച്, ഒരുപാട് ഇട്ടില്ല, കുറച്ച് ബൂസ്റ്റും കൂടെ ആഡ് ചെയ്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നല്ലതായിട്ട് തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് പാല് ഇതിലേക്ക് മിക്സ് ചെയ്തു. എന്നിട്ട് 2 ഏലക്കയും കൂടിയിട്ട് നന്നായിട്ട് അടിച്ചു. പപ്പായ കൂടാതെ പിന്നെ ഞാൻ ഇത്രയും ഇൻഗ്രീഡിയൻസും കൂടിയാണ് ഇതിനകത്ത് ആഡ് ചെയ്തത്. ഇപ്പോൾ നമ്മുടെ റെഡി ആയിരിക്കുന്ന ഷേക്ക് ഡെക്കറേഷൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കോഫി പൗഡർ എടുത്തിട്ടുണ്ടായിരുന്നു. കോഫി പൗഡർ ബ്രൂവിൻ്റെ കോഫിയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡെക്കറേഷൻ ചെയ്തു. അതിനുശേഷം കുറച്ച് ബൂസ്റ്റും കൂടി ആഡ് ചെയ്തു. സൈഡിലൊക്കെ ഒന്ന് ചെറുതായിട്ട് ബൂസ്റ്റൊക്കെ ആഡ് ചെയ്തിട്ട് വെറുതെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. ഇതൊന്നും ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതുപോലെ ചെയ്താൽ മതി. ഞാൻ വെറുതെ ബൂസ്റ്റൊക്കെ ഇങ്ങനെ ആഡ് ചെയ്തു. പിന്നെ പഴം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പഴം കൂടി ഒന്ന് അതിനകത്തേക്ക് ഓരോ ഗ്ലാസ്സിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ 2 കൂട്ടുകാർ ഇന്ന് ഹൗസ് വാമിങ് വിളിക്കാൻ വരും. അപ്പോൾ അവരിലാണ് എൻ്റെ പരീക്ഷണം കേട്ടോ. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ 4 ഗ്ലാസ്, ഒന്ന് എൻ്റെ അമ്മയ്ക്കും അവർക്ക് 2 പേർക്കും. അതിലേക്ക് ഇനി മഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത്. 5 രൂപയുടെ മഞ്ചാണ് ഞാൻ വാങ്ങിച്ചത്. ആദ്യം അമ്മയ്ക്ക് എനിക്ക് വേണ്ടിയിട്ട് മാത്രമായിരുന്നു. അപ്പം കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് മഞ്ചൊക്കെ ഇടുന്നത്. എല്ലാ സാധനം തന്നെ അഡ്ജസ്റ്റ് ചെയ്ത്, കാരണം അവരും കൂടെ വരുന്നുണ്ടായിട്ട്. അപ്പം നന്നായിട്ട് ഞാനതിലേക്ക് മഞ്ചും ഞാൻ നേരത്തെ തന്നെ പൊട്ടിച്ച് വെച്ചപ്പോഴത്തേനും അത് ജസ്റ്റ് ഒന്ന് അലിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഡെക്ക് ഇടാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നമുക്ക് റെഡി ആയിരിക്കുന്ന ഷേക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഇനി ഷേക്കിൻ്റെ മുകൾ വശം ഡെക്കറേഷൻ ചെയ്യുകയാണേ. അലങ്കാരപ്പണികൾക്കായിട്ട് ഞാൻ കുറച്ച് പഴമൊക്കെയാണ്, അങ്ങനെ എൻ്റെ അറിയാതെ ഗ്ലാസ് താഴെ വീണ് പൊട്ടിപ്പോയി. ഒരു ഗ്ലാസ് പൊട്ടി. പിന്നെ ഒരു കുഞ്ഞ് ഗ്ലാസ്സിനകത്തേക്ക് ആഡ് ചെയ്തിട്ടാണ് ബാക്കി പരിപാടിയൊക്കെ. അതിലേക്ക് കുറച്ച് ഓറിയോ ബിസ്ക്കറ്റ്. ഇനി കുറച്ച് അലങ്കോല പരിപാടികളാണ്. അതിന് വേണ്ടിയിട്ട് ഓറിയോ ബിസ്ക്കറ്റ് ഓൾറെഡി നമ്മൾ ഗ്ലാസ് പൊട്ടിയുകൊണ്ട് ആ പഴം അതിലേക്ക് മിക്സായി പോകേണ്ടി വന്നു, കുറച്ച് സമയമെടുത്തു. പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഓറിയോ ബിസ്ക്കറ്റൊക്കെ ആഡ് ചെയ്തു. ഇതൊക്കെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ വരവ്. ഇനി നമുക്ക് മഞ്ചും കൂടി ആഡ് ചെയ്യാം. മഞ്ചും എല്ലാത്തിനകത്തേക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇടാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനെല്ലാം സൈഡിലെല്ലാം പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ബൂസ്റ്റും കൂടെ അതിന് മുകളിലേക്ക് ബാലൻസ് ഇരുന്ന ബൂസ്റ്റും കൂടി, 2 പാക്കറ്റ് ബൂസ്റ്റാണ് വാങ്ങിച്ചത്. ബാലൻസ് ഇരുന്ന ബൂസ്റ്റും കൂടി മുകളിലൊന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ അലമ്പാക്കിയിട്ടുണ്ട് ബൂസ്റ്റും കൂടി ഇട്ടിട്ട്. അപ്പോൾ ഇനി ഒന്ന് കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ജെംസിൻ്റെ മുസ്റ്റായും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വെറുതെ ഒരു ഭംഗിയുണ്ടല്ലേ, ആ കളറൊക്കെ കാണാൻ. നമ്മുടെ ഷേക്ക് റെഡിയായി. ഇനി ഇത് പരീക്ഷിക്കാം, അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി എനിക്ക് 2 ഗസ്റ്റുകളെ കിട്ടിയിട്ടുണ്ട്. എന്നോട് 10ാം ക്ലാസ്സിൽ പഠിച്ച 2 ടീംസ്. എങ്ങനെയുണ്ടടാ? ആണോ? എങ്ങനെയുണ്ടടാ? നല്ല ടേസ്റ്റ് ഉണ്ട്.